മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പത്തിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി മാങ്കുളം വനം ഡിവിഷനിൽ മിഷൻ സോളാർ ഫെൻസിംഗും മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്നിവ നടപ്പിലാക്കി. ഇതിന്റെ ഭാഗമായി മാങ്കുളം ഡിവിഷന് കീഴിൽ 42 കിലോമീറ്റർ ഫെൻസിംഗ് സ്ഥാപിച്ചു. വനത്തിനുള്ളിൽ തന്നെ ജലലഭ്യത ഉറപ്പാക്കാൻ 7 കുളങ്ങൾ നിർമ്മിച്ചതായും ഇതുവഴി ഒരു പരിധിവരെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ കഴിഞ്ഞതായും മാങ്കുളം DFO ഷാൻഡ്രി ടോം പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ മേഖലകളിൽ സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ 10 മിഷനുകൾ രൂപീകരിക്കുകയും ഇത് നടപ്പിലാക്കിയും വരികയാണ്. ഇതിന്റെ ഭാഗമായി മാങ്കുളം വന ഡിവിഷനിൽ മിഷൻ സോളാർ ഫെൻസിംഗ്, മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലായി അനുഭവപ്പെടുന്ന മൂന്നാർ മാങ്കുളം ലാൻഡ്സ്കേപ്പിന്റെ ഭാഗമായ മാങ്കുളം ഡിവിഷനിലാണ് ഫെൻസിംഗ് നടപ്പിലാക്കുകയും വനത്തിനുള്ളിൽ തന്നെ ജലലഭ്യതയും ഉറപ്പാക്കിയത്. മാങ്കുളം ഡിവിഷനിൽ നിലവിലുള്ള വിവിധ സോളാർ പവർ ഫെൻസിംഗുകളെല്ലാം അടിക്കാടുകൾ തെളിച്ച് പ്രവർത്തനക്ഷമമാക്കി. ഭാഗികമായി പ്രവർത്തനക്ഷമമായിരുന്നത് അറ്റകുറ്റപ്പണികൾ നടത്തി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കി. ഈ ഡിവിഷനിൽ മാങ്കുളം ആനക്കുളം റേഞ്ചുകളിലായി 35 കിലോമീറ്റർ ദൂരം സോളാർ പവർ ഫെൻസിംഗ് പൂർണ്ണമായും 7.5 കിലോമീറ്റർ ദൂരം ഭാഗികമായും തകരാറുകൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമമാക്കി. ഈ രീതിയിൽ 42 കിലോമീറ്റർ ദൂരം ഫെൻസിംഗ് സ്ഥാപിച്ചു. കൂടാതെ വനത്തിനുള്ളിൽ തന്നെ ജലലഭ്യതയും ഉറപ്പാക്കിയതായി മാങ്കുളം DFO ഷാൻഡ്രി ടോം പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷ രൂക്ഷമായ മേഖലകളിൽ അതായത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന 10 മിഷനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിഷൻ സോളാർ ഫെൻസിങ്. മിഷൻ സോളാർ ഫെൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് മാങ്കുളം വനം ഡിവിഷനിൽ ഏതാണ്ട് 35 കിലോമീറ്ററോളം സോളാർ ഫെൻസിങ് പൂർണ്ണമായി തകർന്ന് നമ്മൾ അതെല്ലാം പരിഹരിച്ച് പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ 7 കിലോമീറ്റർ ഭാഗികമായി അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതും പ്രവർത്തന സജ്ജമാക്കും. അങ്ങനെ 42 കിലോമീറ്റർ ദൂരം പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഈ മേഖലയിലുള്ള മനുഷ്യ വന്യജീവി സംഘർഷം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് ഫോഡർ വാട്ടർ. വനത്തിനുള്ളിൽ തന്നെ ജലലഭ്യത വന്യജീവികൾക്ക് ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ മാങ്കുളം ഡിവിഷനിൽ ആനക്കുളം മാങ്കുളം റേഞ്ചുകളിലായിട്ട് 7ഓളം കുളങ്ങൾ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. 4 കുളങ്ങൾ പുതിയതായിട്ടും 2 കുളങ്ങൾ ഡീസിൽറ്റ് ചെയ്തും ഒരു കുളം ഒരു താൽക്കാലികമായിട്ട് പടുതാക്കുളം നിർമ്മിച്ച് വാഹനത്തിലൂടെ വെള്ളം എത്തിച്ച് അവിടെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഈ പ്രദേശത്ത് ജലലഭ്യത ഉറപ്പുവരുത്തുകയും അതിലൂടെ വന്യജീവി സംഘർഷം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാങ്കുളം ഡിവിഷനിലെ ആനക്കുളം മാങ്കുളം റേഞ്ചുകളിലായി വിവിധ ഭാഗങ്ങളിൽ കാടിനുള്ളിൽ തന്നെയാണ് ജലലഭ്യത ഉറപ്പാക്കിയിരിക്കുന്നത്. 4 പുതിയ കുളങ്ങളും നിലവിലുണ്ടായിരുന്ന 3 കുളങ്ങളിലെ മണ്ണും ചെളിയും നീക്കി ജലലഭ്യത ഉറപ്പാക്കുകയും ചെയ്തു. ഒരു പടുതാക്കുളം നിർമ്മിച്ച് ടാങ്കർ വണ്ടിയിൽ വെള്ളം നിറച്ച് ഈ ഭാഗത്തെത്തുന്ന ആനകൾക്ക് ജലലഭ്യത ഉറപ്പാക്കി. മാങ്കുളം വന ഡിവിഷന് കീഴിൽ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളിലൂടെ ഒരു പരിധിവരെ ഈ പ്രദേശത്ത് രൂക്ഷമായിരുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുവാൻ കഴിഞ്ഞതായും മാങ്കുളം DFO പറഞ്ഞു. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഷാൻഡ്രി ടോം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.